ഹലോ, ഇന്നൊരു സാറ്റർഡേ ഈവനിങ് ആട്ടോ. അപ്പോൾ വീക്കെൻഡൊക്കെ ആയിട്ട് എന്നാൽ പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് ചില്ല് ചെയ്ത് വരാമെന്നോർത്ത് പോകുന്നതല്ല. 3 ലോങ് ഡേയും കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ കഴിക്കാൻ കാര്യമായിട്ടൊന്നും ഇല്ലാത്തതുണ്ടെങ്കിൽ പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്നും പറഞ്ഞ് അങ്ങനെ പോകണ പോക്കാട്ടോ ഇത്. അപ്പം എപ്പോഴും നമുക്ക് ഫുഡ് പുറത്ത് പോയി കഴിക്കാമെന്ന് തോന്നുമ്പോൾ ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന ഒരു പ്ലേസ് നമ്മുടെ അടുത്തുള്ള ടേസ്റ്റ് എന്ന് പറയുന്ന റെസ്റ്റോറൻ്റ് ആട്ടോ. ഈ റെസ്റ്റോറൻറ്റിന് വേറൊരു കഥയുണ്ട്, അത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറയാവേ. എനിവേ നമ്മൾ പോവാണ്. നമ്മളെല്ലാവരും ഉണ്ട്, വീട്ടിൽ നിന്ന് എല്ലാവരും ഉണ്ട്, പിന്നെ നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട്സും കൂടെ ഉണ്ട്, അവരും കൂടെ വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പോയി അവിടെ എത്തി. ഈ പ്ലേസ് നല്ലൊരു അടിപൊളി ആംബിയൻസും അടിപൊളി ഫുഡും നല്ല സ്റ്റാഫും ഒക്കെ ആട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കഴിയുമ്പോൾ പറയാമെന്ന് വേറൊരു കാര്യം, ഇത് കുഞ്ഞിപ്പെണ്ണ്, അതായത് എൻ്റെ അനിയത്തി പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്യുന്ന റെസ്റ്റോറൻ്റാട്ടോ ഇത്. എനിവേ നമ്മളവിടെ ചെന്ന് കഴിയുമ്പോൾ കഴിഞ്ഞ വട്ടം ഞങ്ങൾ പോയപ്പോഴും നമ്മൾ കഴിച്ചത് ഫിഷ് പൊള്ളിച്ചതാണേ. അത് കഴിച്ച പിന്നെ നമ്മുടെ ഷെഫിൻ്റെ ഈ ഫിഷ് പൊള്ളിച്ചതിന് ഞങ്ങൾ ഭയങ്കര ഡൈ ഹാർട്ട് ഫാനായി പോയിട്ടോ. അടിപൊളി ഫിഷ് പൊള്ളിച്ചതായിരുന്നു. നാട്ടിൽ നിന്ന് ഇപ്പോൾ നമ്മളിവിടെ യൂറോപ്പിലൊക്കെ വന്ന് ഇവിടുത്തെ ഫുഡൊക്കെ കഴിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഓർക്കും നാട്ടിലത്തെ ഒതൻറ്റിക് ടേസ്റ്റൊന്നും കിട്ടില്ല. കാരണം ഇവിടെ ഈ യൂറോപ്യൻസിനും കൂടെ ഉണ്ടാക്കുമ്പോഴത്തേക്കും മസാലയും എരിവൊക്കെ അധികം ഇടാതെ കുറച്ചൊരു മധുരത്തിലൊക്കെ ആയിരിക്കുമെന്ന് വിചാരിക്കും. പക്ഷേ ഇത് കഴിച്ച പിന്നെ എൻ്റെ എല്ലാ പെർസ്പെക്റ്റീവും മാറി കേട്ടോ. അടിപൊളി സൂപ്പറായിട്ട് നമ്മുടെ ഒതൻറ്റിക് ടേസ്റ്റുള്ള ഫിഷ് പൊള്ളിച്ചതായിരുന്നു. ഇനിവേ നമ്മുടെ സ്റ്റാർട്ടറൊക്കെ വന്നു, നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ഓർഡർ ചെയ്ത് ഫുഡൊക്കെ പതുക്കെ പതുക്കെ വരാൻ തുടങ്ങി. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. തിരക്കുണ്ടെങ്കിലും അത്യാവശ്യം ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന സീറ്റിംഗ് ഒക്കെ ഉള്ളൊരു റെസ്റ്റോറൻ്റ് ആട്ടോ ഇത്. കുഴപ്പമില്ല, നല്ല ആംബിയൻസൊക്കെ ആയിട്ട് നല്ല നമുക്ക് അത്യാവശ്യം ഒന്ന് ചില്ല് ചെയ്യാൻ പറ്റുന്നൊരു അടിപൊളി റെസ്റ്റോറൻ്റാണിത്. അവിടുത്തെ ഫുഡ് ഒരു രക്ഷയില്ല കേട്ടോ. എല്ലാ ഫുഡും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എല്ലാ ഫുഡും സൂപ്പറാണ്. നമ്മൾ ഓർഡർ ചെയ്ത ഫുഡെല്ലാം വന്നു. നമുക്ക് എന്താ പറയുക, നമ്മുടെ ഈ ഡ്യൂട്ടിയും ജോലി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ഈ ലൈഫൊക്കെ നമുക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് പോയി പുറത്തൊക്കെ പോയി നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് സെറ്റാക്കി ഫ്രീ ആക്കി അപ്പോൾ അതൊരു റിലാക്സ്ഡ് ആയിട്ട് വരും അല്ലേ. എനിവേ നമ്മൾ അവിടെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അടുത്ത് ഫുഡ് കഴിക്കാൻ വന്ന് കുറച്ച് ഫാമിലിയൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. എനിവേ അതിൽ ഒരു ചേട്ടനുണ്ടായിരുന്നു, ഒരു ബ്രസീലിയനാണെന്ന് എനിക്ക് തോന്നുന്നു. പുള്ളി അവരുടെ ലാംഗ്വേജിൽ പാട്ടൊക്കെ വെച്ചിട്ട് പിള്ളേരെ എൻ്റർടൈൻ ചെയ്യാനായിട്ട് കുറേ നേരം ഇങ്ങനെ ഡാൻസൊക്കെ കളിച്ചു പിള്ളേരെയൊക്കെ കളിപ്പിച്ച് അവരുടെ അടുത്ത് കുറേ നേരം എൻ്റർടൈൻമൊക്കെ ചെയ്തിട്ടിരുന്നു കേട്ടോ. എനിവേ നമ്മൾ പോരാൻ തുടങ്ങിയപ്പോഴത്തേനും അങ്ങനത്തെ കുറച്ച് ഫുഡ് കഴിച്ചിട്ട് ഇങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് എനിവേ എന്തായാലും നമ്മുടെ സാറ്റർഡേ ഔട്ടിങ് വളരെ അടിപൊളിയായിരുന്നു. ഒന്ന് റിലാക്സ്ഡായി ചില്ല് ചെയ്ത് നമ്മൾ വീട്ടിൽ പോന്നു കേട്ടോ. രാത്രിയായി, കുറച്ച് ഏറെ വൈകിട്ടാണ് തിരിച്ചു പോകുന്നത്. എന്നാലും നല്ലൊരു ഈവനിങ് ആയിരുന്നു, നല്ലൊരു നൈറ്റ് ആയിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.